നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും ഷോക്കിംഗ് മരണം. പാലക്കാടും തിരുവനന്തപുരത്തും വയോധികർ ഷോക്കേറ്റ് മരിച്ചു. കൊടുമ്പിൽ കർഷകൻ മരിച്ചത് വൈദ്യുതി ലൈൻ പൊട്ടിവീണ്. ആറ്റിങ്ങലിൽ വയോധിക മരിച്ചത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ്. മലപ്പുറത്ത് ഓടുന്ന ബസ്സിന് മുന്നിൽ യുവാവിന്റെ അഭ്യാസം. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബസ് യാത്രക്കാർക്ക് പരിക്ക്. ദേശീയപാത 66 വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെയുണ്ടായത് 10ഓളം അപകടങ്ങൾ. അപകട കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമെന്ന് പോലീസ്. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും അപകടാവസ്ഥയിൽ. ക്ലാസ് മുറിയിലെ സിമന്റ് പാളി അടർന്നു വീണു. പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ 10ഓളം അപകടങ്ങളാണ് ദേശീയപാത 66 ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മഴ തുടർച്ചയായി പെയ്യുന്നതോടെ പണി പൂർത്തീകരിച്ച ദേശീയപാത 66 അപകടങ്ങൾ പതിവാകുകയാണ്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം തങ്ങി നിൽക്കുന്ന റോഡിൽ വാഹനങ്ങൾ തെന്നി വീണുണ്ടാകുന്ന അപകടങ്ങളും ഏറെയാണ്. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത്തിലാണ് നിരത്തിൽ ചീറിപ്പായുന്നത്. ദേശീയപാതയിൽ ഒരാഴ്ചക്കിടെ 15ഓളം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ പല വാഹനങ്ങളിലും ഇൻഡിക്കേറ്റർ കാര്യക്ഷമമല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. തേയ്മാനം സംഭവിച്ച ടയർ പൊട്ടി ഉണ്ടാകുന്ന അപകടങ്ങളും പതിവാണെന്ന് ഹൈവേ പോലീസ് പറയുന്നു. ഗതാഗത നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യണമെന്നാണ് ഹൈവേ പോലീസിന്റെ നിർദ്ദേശം. അതീവ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് യാത്ര ചെയ്യേണ്ടതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് മഴ അലേർട്ടിൽ മാറ്റം വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ? സംസ്ഥാനത്ത് മഴ അലേർട്ടിൽ ആണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ സാരംഗ് പങ്കുവയ്ക്കും. സാരംഗ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ? മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഴ അപ്ഡേറ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് തരാനുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഷോക്കേറ്റ് 2 മരണം. പാലക്കാടും തിരുവനന്തപുരത്തും വയോധികരാണ് ഷോക്കേറ്റ് മരിച്ചത്. പാലക്കാട് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. കൃഷി സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് വൈദ്യുതി ലൈനിൽ ചവിട്ടി ഷോക്കേൽക്കുകയായിരുന്നു. മാരിമുത്തുവിനെ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ഷോക്കേറ്റ് നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിന് മുന്നിൽ വൃദ്ധയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവൻപാറ സ്വദേശി ലീലാമണിയാണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റ്. കനത്ത മഴയിൽ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിർത്തിയിട്ട കാറിനും ലോറിക്കും മുകളിലേക്ക് പോസ്റ്റ് വീണു. ആർക്കും പരിക്കില്ല. അതിനിടെ പ്രദേശത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. നാദാപുരം മേഖലയിൽ 3 വാർഡുകളിലായി 15ഓളം വീടുകളാണ് കേടുപാടുകൾ സംഭവിച്ചത്. കുറ്റ്യാടി സ്വദേശി കമലയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കനത്ത മഴയിലും കാറ്റിലും കോട്ടയം കുറിച്ചിയിൽ വീട് തകർന്നു. കുറിച്ചി പുത്തൻ കോളനി കുഞ്ഞൻകവലയ്ക്ക് സമീപം ശോഭ ഷാജിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു അപകടമുണ്ടായ സമയത്ത് ആരും വീട്ടിൽ ഉണ്ടാകാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കാലപ്പഴക്കമുള്ള വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പഞ്ചായത്തിലടക്കം അപേക്ഷ നൽകിയിരുന്നതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു.
മലപ്പുറത്ത് ഓടുന്ന ബസ്സിന് മുന്നിൽ ബൈക്ക് നിർത്തി യുവാവിന്റെ അഭ്യാസം. താനൂർ ബീച്ച് റോഡിലാണ് സംഭവം. ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രം വൻ അപകടം ഒഴിവായെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നിസ്സാര പരിക്കേറ്റു. സംഭവത്തിൽ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ആറന്മുള വള്ളസദ്യ നേരിട്ട് നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം. പെയ്ഡ് വള്ളസദ്യയാണെന്ന് ചൂണ്ടിക്കാട്ടി വഞ്ചിപ്പാട്ട് പാടിയാണ് പള്ളിയുടെ സേവാ സംഘം പ്രതിഷേധിച്ചത്. 250 രൂപ നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വള്ളസദ്യ നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇത് ആചാര ലംഘനമാണെന്നും വള്ളസദ്യ വാണിജ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും പള്ളിയുടെ സേവാ സംഘം വ്യക്തമാക്കി. ഏത് നിമിഷവും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം. കാലപ്പഴക്കത്താൽ തകർച്ചയിലായ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി. ഭീതിയോടെയാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. 50 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. തകർച്ചയിലായ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര പലപ്പോഴായി ഇളകി വീണിട്ടുണ്ട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യേണ്ടത്. 45 ലക്ഷം രൂപ റീബിൽഡ് കേരളയിൽ അനുവദിച്ച വില്ലേജ് ഓഫീസ് പണിയാൻ സാഹചര്യം ഉള്ളപ്പോൾ സർക്കാർ അടിയന്തരമായി ഭൂമി കണ്ടെത്തി ഒരു പുതിയ വില്ലേജ് ഓഫീസ് ഈ നമ്മുടെ നാട്ടിലേക്ക് പണിയണമെന്നാണ്. അല്ലാത്ത പക്ഷം ഒരു അപകടമുണ്ടാകുന്ന മുറയ്ക്ക് മാത്രം ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് മാത്രമാണ്. തകർച്ചയിലായ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം പലപ്പോഴും ജീവനക്കാർ തന്നെയാണ് പണം മുടക്കി ചെയ്യുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇത് മതിയാകില്ല. ദിവസവും ഒട്ടേറെ പേർ എത്തുന്ന നാരങ്ങാനം വില്ലേജ് ഓഫീസ് കെട്ടിടം തകർന്നു വീഴാൻ കാത്തുനിൽക്കാതെ പുതുക്കി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറിയിലെ സിമന്റ് പാളി അടർന്നു വീണു. 10ാം ക്ലാസ്സിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സിമന്റ് പാളിയാണ് നിലം പതിച്ചത്. വിദ്യാർത്ഥികൾക്ക് ആർക്കും പരിക്കില്ല. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലെ മേൽക്കൂരയിൽ നിന്നാണ് സിമന്റ് പാളി അടർന്ന് ക്ലാസ് മുറിക്കുള്ളിൽ പതിച്ചത്. ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു അപകടം. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കാർക്കും പരുക്കില്ല. കെട്ടിടത്തിൽ പലയിടത്തും മേൽക്കൂരയിൽ സിമന്റ് പാളി അടർന്നിരിക്കുകയാണ്. കെട്ടിടത്തിന് ചെറിയ തോതിൽ പ്ലാസ്റ്ററിംഗ് ഇളകി വീഴുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിച്ചു ഇരുന്നിട്ടുള്ളതാണ്. എനിക്ക് 1-2 വർഷങ്ങളായി തന്നെ അതുമായിട്ട് അത്തരം രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇരുനില കെട്ടിടത്തിലാകെ മഴ പെയ്ത് നനവ് പടർന്നിട്ടുണ്ട്. സിമന്റ് പാളി അടർന്നു വീണ ക്ലാസ് മുറിയുടെ ഭിത്തിയിൽ മരത്തിന്റെ വേര് പടർന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ പുറത്ത് വളർന്നു നിൽക്കുന്ന ആലിന്റെ വേര് ക്ലാസ് മുറി വരെ എത്തിയിട്ടും അത് നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മേൽക്കൂരയിൽ സിമന്റ് പാളികൾ അടർന്നിരിക്കുന്നതും ഭിത്തികളിലെ വിള്ളലുകളും ഇവിടെ സാധാരണ കാഴ്ചയാണ്. അധ്യാപകരുടെ മുറിയിലെയും അവസ്ഥ വ്യത്യസ്തമല്ല. ലൈബ്രറിയിൽ ജനലിന്റെ ഭാഗവും അടർന്നിരിപ്പുണ്ട്. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ അടിഭാഗത്തെ കമ്പി നിലവിൽ തെളിഞ്ഞു കാണാം. അടുത്തിടെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നു. സ്കൂൾ അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തി കെട്ടിടം പരിശോധിച്ചു. കെട്ടിടത്തിന് ബലമുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ കുട്ടികളെ ഇവിടെ ഇരുത്തുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനുമോൻ പറഞ്ഞു. പരിശോധിച്ചതിന് ശേഷം കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് കണ്ടാൽ അതിന് ബദൽ സംവിധാനം, കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ കെട്ടിടത്തിന് സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ അത്യാവശ്യം മെയിൻ്റനൻസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളിലെയും കെട്ടിടങ്ങളിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സുരക്ഷയില്ലാത്ത കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ അധ്യക്ഷ P. ശശികല വ്യക്തമാക്കി. നമുക്കൊരു കൃത്യമായിട്ടും ഇത് കാര്യം കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുത്തതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ
ഇനി നമ്മൾ ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ എന്നറിയാൻ കൂടുതൽ പരിശോധന നടത്തും. ഫിറ്റ്നസ് പരിശോധിക്കാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തും. ന്യൂസ് 18 കായംകുളം. പാലക്കാട് പട്ടാമ്പി കൊപ്പത്ത് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലായ പൊതുകുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. മണ്ണങ്ങോട് 1.5 ഏക്കർ സ്ഥലത്തുള്ള എരങ്ങോട്ട് കുളമാണ് നവീകരണമില്ലാതെ നശിക്കുന്നത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ് കൂടിയാണ് ഈ കുളം. നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കൊപ്പത്ത് ഒരു കാലത്ത് നിരവധി പേർ ആശ്രയിച്ചിരുന്നതാണ് എരങ്ങോട്ടുകുളം. വർഷങ്ങളായി നവീകരണമില്ലാതെ നാശത്തിന്റെ വക്കിലായിരുന്നു. കാർഷിക മേഖലയ്ക്കും കുളം പ്രയോജനമായിരുന്നു. 1.5 ഏക്കറുള്ള ഈ കുളം നവീകരിക്കാത്തതാണ് പ്രതിസന്ധി. വർഷങ്ങൾക്ക് മുമ്പ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുളത്തിന്റെ വശം കെട്ടിയിരുന്നു. അധികം വൈകാതെ പായൽമുടി കുളം നശിച്ചു. എല്ലാ വർഷവും ജനകീയ കൂട്ടായ്മ കുളം ശുചീകരിക്കുമെങ്കിലും വൈകാതെ തന്നെ അത് പഴയപടിയാകും. കുളം ആഴം കൂട്ടി പടവുകൾ നിർമ്മിച്ച് നവീകരിക്കണമെന്നാണ് ആവശ്യം. ഇത് ഓരോ കൊല്ലം കൂടുമ്പോൾ ഓരോ കൊല്ലം കൂടുമ്പോഴെന്ന് പറയുമ്പോൾ പോലെ ചണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ ചണ്ടി ഒന്ന് കൂടാന്നല്ലാണ്ട് ആൾക്കാർക്ക് ഈ ഇവിടെ ഇറങ്ങി കുളിക്കാനോ സൗകര്യം യാതൊരു സൗകര്യവും ഇല്ല. ഇവിടെ ചണ്ടി വരുന്നുണ്ട്. നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് കുറച്ച് ഇടയ്ക്ക് ചണ്ടി വരും, വെള്ളം പറ്റുമ്പോൾ കുറച്ച് മണ്ണ് മാറ്റും. പക്ഷേ ഇന്നും അതെ ആ പഴയ അവസ്ഥ തന്നെ കിടക്കുന്നത്. കുളം നവീകരിച്ചാൽ വിളയൂർ മണ്ണങ്കോട് പാടശേഖരങ്ങളിലെ ജലസേചനത്തിനും സഹായകരമാകും. സംസ്ഥാന ബജറ്റിൽ കുളം നവീകരിക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പ്രവർത്തനം നടന്നിട്ടില്ല. ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം നടത്തേണ്ടത്. ന്യൂസ് 18 പാലക്കാട്. തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുവാനായി വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധവുമായി തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമം. തൊടുപുഴ ചിലവിലെ നാട്ടുകാരാണ് പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് ആക്കി മാറ്റിയത്. റീൽസ് വൈറലായതോടെ അധികൃതർ റോഡ് നന്നാക്കാനുള്ള നടപടിയും എടുത്തു. എന്തായാലും റീൽസ് പ്രതിഷേധം വിജയിച്ച സന്തോഷത്തിലാണ് നാട്ടുകാർ. ഉമ്മച്ചയും ബാപ്പച്ചയെയും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി കല്ലടയാറ്റിൽ ചാടിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കൊട്ടാരക്കര പുത്തൂർ കടത്തനാപ്പുഴയിലാണ് 3 ദിവസത്തിന് ശേഷം മൃതദേഹം കരക്കടിഞ്ഞത്. ഏനാത്ത് പാലത്തിൽ നിന്നും ചാടിയായിരുന്നു 9ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏനാത്ത് പാലം ആത്മഹത്യാ മുനമ്പായി മാറുകയാണ്. കല്ലടയാറിന് കുറുകെ ഏനാത്ത് പാലത്തിലാണ് നമ്മളുള്ളത്. പത്തനംതിട്ട, കൊല്ലം എന്നീ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഏനാത്ത് പാലം. ഈ പാലത്തിൻ്റെ കൈവരികൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ ചെറുതാണ്. കാരണം ഇവിടെ ഒരു ആത്മഹത്യാ മുനമ്പായി തന്നെ മാറിയിരിക്കുന്നു. നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ അടക്കം സംഭവിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസം മുൻപാണ് കുളക്കടയിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിഫ് ഇവിടെ എത്തുകയും സ്കൂൾ ബാഗ് ഊരി വെച്ചതിന് ശേഷം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും എടുത്ത് കല്ലടയാറിലേക്ക് ചാടിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത്തരത്തിലുള്ള വലിയ ദുഃഖകരമായ വാർത്തകളാണ് ഈ പാലത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള വലിയൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ നിവേദനം നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു സംരക്ഷണ വേലി തീർക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. കാരണം ഇവിടെ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കണം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത്. കാരണം ദൃക്സാക്ഷികൾ ഇവിടെ ധാരാളം നിരവധി ആൾക്കാർ ഈ സംഭവം കണ്ടുകൊണ്ട് തന്നെ നിന്നു. പോലീസ്, ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പുത്തൂർ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇവിടെ സ്കൂൾ ബാഗ് ഊരി വെക്കുകയും ആസിഫ് ഇതിൻ്റെ മുകളിൽ നിന്നും എടുത്ത് ചാടുകയും ചെയ്തു എന്നാണ് അവർ പോലീസിന് മൊഴി നൽകിയത്. പോലീസ് ആസിഫിൻ്റെ സ്കൂൾ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ ആത്മഹത്യാ കുറിപ്പടക്കം ലഭ്യമായത്. അതിൽ അച്ഛനെയും അമ്മയും സംരക്ഷിച്ചു കൊള്ളണം എന്ന് സഹോദരിയോട് പറയുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു ആ ആത്മഹത്യയിൽ പറഞ്ഞത്. അത്തരം കരളലിയിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്ക് തടയിടണം. അടിയന്തരമായി ഇവിടെ ഈ പാലത്തിൽ ഒരു സംരക്ഷണ വേലി തീർക്കണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. 2ാം പിറന്നാൾ ദിനത്തിൽ ആദ്യമായി അമ്മയുടെ ശബ്ദം കേട്ടതിന്റെ അമ്പരപ്പിലാണ് കാസർഗോഡ് സ്വദേശി പൂജ. ജന്മനാ ശ്രവണശേഷിയില്ലാത്ത മകൾ തന്റെ ശബ്ദം കേട്ട സന്തോഷത്തിൽ അമ്മ നീതുമോളും. എറണാകുളം ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ പദ്ധതിയിലൂടെയാണ് നിർധന കുടുംബം സന്തോഷങ്ങളുടെ പുതിയ ശബ്ദം കേട്ടത്. കാസർഗോഡ് രാജപുരം സ്വദേശികളായ ഗിരീശന്റെയും നീതുമോളുടെയും മകളായ പൂജ ശ്രവണശേഷിയില്ലാതെയാണ് ജനിച്ചത്. ചികിത്സകൾക്കായി വിവിധ ആശുപത്രികൾ കയറിയിറങ്ങി. കുഞ്ഞിന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തണമെന്നും ഇതിന് 10 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും ആശുപത്രികളിൽ നിന്ന് മനസ്സിലായി. ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയെക്കുറിച്ച് അറിഞ്ഞ കുടുംബം ലിസ് ശ്രവൺ പദ്ധതിയിൽ അപേക്ഷിച്ചത്
നിർണായകമായി. കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ആശുപത്രി മാനേജ്മെന്റ് ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നടത്താൻ തയ്യാറായി. എൻ്റെ കുഞ്ഞിന് ജന്മന ആദ്യം തൊട്ടേ കേൾവി ഇല്ലയെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. കുറേ ഇടത്ത് കൊണ്ടു നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഇതിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലിസ്റ്റാവൺ പദ്ധതി ഇതിൻ്റെ ലിസി ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. ആ ലിങ്ക് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ വന്നു. പിന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ ലിസി ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ, ഇന്ന് കൊച്ചിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു, അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട്. ഈ നിമിഷം വരെ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു. ഇനി അങ്ങോട്ടും ആ സപ്പോർട്ട് നമുക്കുണ്ടാവും. 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിന് ഇംപ്ലാന്റ് ഘടിപ്പിച്ചത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ മേഘ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന ശസ്ത്രക്രിയയാണ്. പൂജയെ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്ന ലിസ്രവൺ എന്ന ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ അംഗമാക്കാൻ സാധിക്കുകയും 2 ആഴ്ച മുന്നേ പൂജയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സക്സസ്ഫുള്ളായി ചെയ്യുകയും ചെയ്തു. കോക്ലിയർ ഇംപ്ലാന്റ് ആക്ടിവേഷൻ അഥവാ സ്വിച്ച് ഓൺ, അതായത് കുഞ്ഞ് ആദ്യമായി ശബ്ദലോകത്തിലോട്ട് എത്തുന്നത്, അത് പൂജയുടെ 2ാം ജന്മദിനത്തിൽ തന്നെ ഒരു ജന്മദിന ഗിഫ്റ്റായിട്ട് ആദ്യത്തെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ലിസി ആശുപത്രിയിൽ നടത്തിയ പിറന്നാൾ ആഘോഷത്തിൽ ഡയറക്ടർ ഫാദ് പോൾ കേരഡന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു. പുത്തനുടുപ്പും പിറന്നാൾ സമ്മാനങ്ങളും നൽകിയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. ആദ്യമായി തേടിയെത്തുന്ന ഒരു കത്ത് മന്ത്രി അപ്പൂപ്പൻ്റേതായാലോ? ആ ഒരു ആനന്ദത്തിലാണ് അട്ടപ്പാടി കാരറ സ്കൂളിലെ വിദ്യാർത്ഥിനി അനുഷ്മ. സ്കൂളിലെ കുട്ടികൾ വായനാ ദിനത്തിൽ പ്രമുഖർക്ക് എഴുതിയ കത്തിനുള്ള മറുപടികളാണ് ഇപ്പോൾ ഇവരെ തേടിയെത്തുന്നത്. അനുഷ്കയ്ക്ക് ഒരു കത്തുണ്ട്. ക്ലാസ് മുറിയുടെ മുന്നിൽ വന്ന് പോസ്റ്റ്മാൻ അറിയിച്ചു. പൊട്ടിച്ചു തുറന്നു നോക്കിയപ്പോൾ സന്തോഷം അടക്കാനായില്ല. ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന കത്ത്, അതും ഒരു മന്ത്രിയുടെ. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് കാരറ സ്കൂളിലെ വിദ്യാർത്ഥിനി അനുഷ്കയ്ക്ക് മറുപടി നൽകിയത്. വായനാ ദിനത്തിൽ കുട്ടികൾ രാജ്യത്തെ 100 പ്രമുഖർക്ക് അയച്ച കത്തിന്റെ ഭാഗമായായിരുന്നു മന്ത്രിക്കും എഴുതിയത്. സ്കൂളിലെ പരിമിതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. പരിഹരിക്കാമെന്ന മറുപടി കത്തിൽ വന്നു. പ്രമുഖരായ പലർക്കും എഴുതിയ കത്തുകൾക്കുള്ള മറുപടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മറുപടികളും സ്നേഹസമ്മാനങ്ങളായി കൂടിയാണ് എത്തുന്നത്. ടാബുകളായും ഫോണുകളായും മറ്റു കാര്യങ്ങളായും. പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ കത്തുകൾ പോയിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ കുട്ടികൾക്ക് വളരാനുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് അധ്യാപകർ ഇതിനെ കാണുന്നത്. ന്യൂസ് 18 അട്ടപ്പാടി. വിനോദസഞ്ചാര കേന്ദ്രമായ തട്ടേക്കാടേക്ക് വൻ ജനപ്രവാഹം. മഴക്കാലം ആരംഭിച്ചതോടെ അവധി ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിച്ച് മടങ്ങുന്നത്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. മഴക്കാലത്ത് ഇതിൻ്റെ മനോഹാരിത കൂടും. പച്ചവിരിച്ച മൈതാനവും മഞ്ഞു പുകയുന്ന മലനിരകളും വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന അരുവികളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ കസിൻസൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാം എന്ന് വിചാരിച്ച് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ്. അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബ്. മൺസൂൺ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ എന്ന് പറയാം. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ചിറാപ്പുഞ്ചി മഴയത്ത്, ആ റീൽ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. കേരളത്തിന്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മഴക്കാലത്താണ് അതിന്റെ മുഴുവൻ ഭംഗിയും ഭാവവും തുറന്നു കാട്ടുന്നത്. മഞ്ഞു പടർന്ന മലനിരകളും പച്ചവിരിച്ച പരവതാനികളും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയുമെല്ലാം ചേർന്നൊരുക്കുന്ന വിസ്മയം. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയാൽ ഗുണകരമാകുമെന്ന് സഞ്ചാരികൾ. ഇവിടെ ഓരോ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എന്തെങ്കിലും ടോയ്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെന്ന് തോന്നി.
കാരണം ഇവിടെ ഇപ്പോൾ മഴ നന്നായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുട പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഷെൽട്ടറോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഞാനൊരു പ്രഗ്നൻസി ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. അപകടമില്ലാത്ത ഇടം എന്നതിനാലാണ് കൂടുതൽ പേരും ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇവിടെ. അതുപോലെ തന്നെ സേഫ്റ്റിയാണ്. നമുക്ക് എന്തുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാതായതോടെ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾ. ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്ന് രോഗികൾ പറയുന്നു. സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയിലാണ് നിലവിൽ. നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന പല രോഗികളും ചികിത്സയ്ക്കായി ഉയർന്ന തുക കണ്ടെത്തേണ്ട സ്ഥിതിയിലാണ്. ഡയാലിസിസ് രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികളുടെ ഈ ദുരവസ്ഥ. രോഗികൾക്ക് നൽകേണ്ട മരുന്നോ മറ്റ് അനുബന്ധ സാമഗ്രികളോ മാസങ്ങളായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമല്ല. മരുന്ന് ലഭ്യമല്ല, വന്നിട്ടില്ല എന്ന സ്ഥിരം മറുപടിയാണത്രേ ഇവർക്ക് കിട്ടുന്നത്. 2 ആഴ്ചക്കകം മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് 2 മാസമായെന്ന് രോഗികൾ പറയുന്നു. കുറേയായി മരുന്ന് കിട്ടാണ്ട്, ഒരു 1.5 മാസമായി മരുന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഒരു ദിവസം 1500 രൂപ ചിലവ് വരുന്നുണ്ട്. ഞങ്ങൾ വാടക വീട്ടിലായിരിക്കും 28 ദിവസം വാടകയിൽ. എപ്പോഴാണ് മകളുടെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. മരുന്ന് ഒരാഴ്ച കിട്ടിയില്ല, ബുദ്ധിമുട്ടാണ്. കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാം? ഒന്ന് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണം. 3000 3500 ഞങ്ങൾ 500 കൂലിക്കാരൊക്കെ 3000 കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്നിപ്പോൾ ഒരാഴ്ചയില്ല, മരുന്ന് നിർത്താനും പറ്റില്ല എന്നാണ് പറയുന്നത്. പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നിന് താങ്ങാനാവാത്ത വിലയാണ്. മറ്റ് ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത്. വൃക്കകൾ തകരാറായവരിൽ മെഷീൻ സഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മിനി ക്യാപ്പ്, എംടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികൾക്ക് നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ആഴ്ചകളായി രോഗികൾക്ക് മുടങ്ങിയിരിക്കുന്നത്. എംപിയും MLAയും അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മെഡിക്കൽ സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയെങ്കിലും നിരാശയാണ് ഫലം. വില താങ്ങാനാവാത്തതിനാൽ മരുന്നും അനുബന്ധ സാധനങ്ങളും തീർന്നിട്ടും രോഗികൾക്ക് വാങ്ങാനാവുന്നില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല രോഗികളും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ന്യൂസ് 18 പാലക്കാട്. സകലമാന കേരളം പൂർണ്ണമാവുന്നു. ഇന്ന് ഇപ്പോൾ കാണാം ഭവ്യ ജയിൽ. നമസ്കാരം.